പത്തനംതിട്ട കൊടുമണ്ണിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ വീടിന് നേരെ ആക്രമണം. മണ്ഡലം പ്രസിഡന്റ് അനിൽ കൊച്ചുപുഴിക്കലിന്റെ വീടാണ് അയൽവാസികൾ അടിച്ചു തകർത്തത്. സഹോദരി ശ്രീവിദ്യയ്ക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. എന്നെ അജിതയും സുമയും കൂടെ ശരിക്കും വടിയെടുത്ത് മുറ്റത്ത് കിടന്ന വടിയെടുത്ത് ശരിക്കും തലയിലും കഴുത്തുമൊക്കെ അടിച്ചിട്ട് അപ്പോൾ അനിൽ വടി പിടിച്ച് മേടിച്ചു അജിതയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് അനിൽ കഴുത്തിന് തലയ്ക്ക് നെഞ്ചത്ത് തുടയിൽ ഇവരെല്ലാം മാറി മാറി അടിക്കുന്നുണ്ടായിരുന്നു. വഴിത്തർക്കത്തിന്റെ പേരിൽ കൊടുമൺ മണ്ഡലം പ്രസിഡന്റ് അനിൽ കൊച്ചുമൂഴിക്കലിന്റെ കുടുംബവും അയൽവാസികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. കോടതിയിൽ നിന്ന് താൽക്കാലിക അനുകൂല ഉത്തരവ് വാങ്ങിയതാണ് വീടാക്രമണത്തിന് കാരണമായതെന്ന് അനിൽ പറയുന്നു. വീട്ടിലെത്തിയ അയൽവാസികളായ അനിൽ, അജിത, സുമ എന്നിവർ വീടാക്രമിച്ചെന്നും തടയാൻ ശ്രമിച്ച ശ്രീദേവിയെയും മൂത്ത സഹോദരനെയും മർദ്ദിച്ചു എന്നുമാണ് പോലീസിന്റെ എഫ്ഐആർ. അനിൽ എന്ന് പറയുന്ന വ്യക്തി, അജിത, സുമ ഇവർ സംഘം ചേർന്ന് വന്ന് വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി മൃഗീയമായി മർദ്ദിച്ചു. എൻ്റെ സഹോദരി ശ്രീലതയുടെ കഴുത്തിന് പൊട്ടലുണ്ട്, ഇവിടെ ബൾജ് ചെയ്തിരിക്കുകയാണ്. കഴുത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാര്യമായി ക്ഷതമേറ്റിട്ടുണ്ട്. സംഭവത്തിൽ 3 പേരെ പ്രതി ചേർത്ത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കൊടുമൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. 24 പത്തനംതിട്ട.